ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 2024 നടന്ന LGS എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. സെക്യൂരിറ്റി ഗാർഡ്, ആയ എന്നീ തസ്തികകളിലേക്കായി PSC നടത്തിയ എക്സാമിൻ്റെ LGS ലെവലുള്ള എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇനി വരുന്ന കമ്പനി ബോർഡ് LGS എക്സാമൊക്കെ എഴുതുന്നവർ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ദാദാബായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻസ് വായിക്കാം. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ്. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദാദാബായ് നവറോജിയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഏതാണ് ഇതിൽ ബന്ധമില്ലാത്ത പ്രസ്താവന? ആൻസർ ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ പ്രസ്താവനയാണ് ബന്ധമില്ലാത്തത്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ദാദാബായ് നവറോജി. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാബായ് നവറോജിയാണ്. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാബായ് നവറോജിയാണ്. നാലാമത്തെ പ്രസ്താവനയും ശരിയാണ്. മൂന്നാമത്തതാണ് തെറ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകനാണ് ദാദാബായ് നവറോജി എന്ന് പറഞ്ഞ പ്രസ്താവന തെറ്റാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഓപ്ഷൻസ്: ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, സുഭാഷ് ചന്ദ്രബോസ്, ബിപിൻ ചന്ദ്രപാൽ. ആൻസർ ഓപ്ഷൻ എ ആണ്, ബാലഗംഗാധര തിലക്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബാലഗംഗാധര തിലക്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ്? പ്രസ്താവനകൾ വായിക്കാം. കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപ്പായിമാരുടെ ദുരിതങ്ങൾ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങളാണ് ചോദിച്ചത്. ആൻസർ ഏതാ വരിക? ആൻസർ ഡി ആണ്. ഇവയെല്ലാം ശരിയാണ്. ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ, അതായത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങളാണ്. കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപ്പായിമാരുടെ ദുരിതങ്ങൾ എന്നിവയെല്ലാം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്നവയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻസ്: മാഡം ഭിക്കാജി കാമ, അരുണ ആസിഫ് അലി, സരോജിനി നായിഡു, ആനി ബസന്റ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആൻസർ അരുണ ആസിഫ് അലി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? ഓപ്ഷൻസ്: VD സവർക്കർ, ഭഗത് സിംഗ്, സൂര്യസെൻ, രാജ്ഗുരു. ആൻസർ സൂര്യസെൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് സൂര്യസെൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്രസ്താവനകൾ വായിക്കാം. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന്റെ കാരണം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ആൻസർ ഏതാ വരിക? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. 1, 2, 3, 4 പ്രസ്താവനകളും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. അപ്പം മലബാർ കലാപങ്ങളെയാണ് മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയാണ് മലബാർ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചത്. അതുപോലെ മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെയാണ് നിയമിച്ചത്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന്റെ കാരണം. അപ്പം ആൻസർ ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്താനാണ്. കുണ്ടറ വിളംബരം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം. ആൻസർ ഏതാ വരുന്നത്? ആൻസർ സി ആണ് വരുന്നത്. ആദ്യം വരുന്നത് കുണ്ടറ വിളംബരമാണ്, അതിനുശേഷം മലയാളി മെമ്മോറിയൽ, പിന്നെ വരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം, പിന്നീട് വരുന്നത് നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ കുണ്ടറ വിളംബരത്തിൻ്റെ വർഷം 1809 ആണ്.
മലയാളി മെമ്മോറിയൽ 1891, ഗുരുവായൂർ സത്യാഗ്രഹം 1931, നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932ആണ്. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നവോത്ഥാന നായകന്മാരും അവരുടെ സംഘടനകളുമാണ് തന്നത്. ചേരുംപടി ചേർക്കാനാണ് ക്വസ്റ്റ്യൻ. ആൻസർ പറയാം. അയ്യങ്കാളിയുടെ സംഘടനയാണ് സാധുജന പരിപാലന സംഘം. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. എന്തൊക്കെയായിരുന്നു? അയ്യങ്കാളിയുടെ സംഘടനയാണ് സാധുജന പരിപാലന സംഘം. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവന്റെ സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? ഓപ്ഷൻസ്: ദർശനമാല, വേദാധികാര നിരൂപണം, ആത്മോപദേശക ശതകം, ദൈവദശകം. ഇതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ്. ആൻസർ ഓപ്ഷൻ ബി, വേദാധികാര നിരൂപണം. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? പ്രസ്താവനകൾ വായിക്കാം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം. ടി.കെ. മാധവൻ നേതൃത്വം നൽകി. എ.കെ. ഗോപാലൻ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചു. ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ആണ് ചോദിച്ചത്. ആൻസർ ഏതാ വരിക? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ആണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ആൻസർ ഒന്ന് പറയാം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി.കെ. മാധവനാണ്. അതുപോലെ മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചു. 1, 2, 4 ആൻസറാണ് ശരിയായിട്ടുള്ളത്. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻസ്: നവംബർ 26, 1950, ഓഗസ്റ്റ് 15, 1947, ജനുവരി 26, 1950. ഇവയെല്ലാം ശരിയാണ്. ആൻസർ ഏതാ വരിക? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്. 1950 ജനുവരി 26. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻസ്: 44ാം ഭേദഗതി 1978, 86ാം ഭേദഗതി 2002, 42ാം ഭേദഗതി 1976, 61ാം ഭേദഗതി 1989. ആൻസർ ഏതാ വരിക? ആൻസർ ബി ആണ്. 86ാം ഭേദഗതി 2002. 2002 86ാം ഭേദഗതി പ്രകാരമാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 3, ഭാഗം 4, ഭാഗം 4A, ഭാഗം 5. ഇന്ത്യൻ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 4Aയിലാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സ്വത്തവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആൻസർ വരിക 14ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. സ്വത്തവകാശം. സ്വത്തവകാശമാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. 15ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? ഓപ്ഷൻസ്: ബ്രിട്ടൻ, ബ്രസീൽ, ഇന്ത്യ, ഓസ്ട്രേലിയ. തന്നിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ബ്രിട്ടൻ ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻസ്: ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗൾ, ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിലവിലെ ലോകസഭാ സ്പീക്കർ ആരാണ്? ഓപ്ഷൻസ്: വെങ്കയ്യ നായിഡു, ഓം ബിർള, മീര കുമാർ, സുമിത്ര മഹാജൻ. നിലവിലെ ലോകസഭാ സ്പീക്കറാണ് ഓപ്ഷൻ ബി ഓം ബിർള. ഓം ബിർളയാണ് നിലവിലെ ലോകസഭാ സ്പീക്കർ. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ വി പി മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻസ് വായിക്കാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി. രണ്ടാമത്തെ ഓപ്ഷൻ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. 1952 അസമിൽ ഗവർണറായി ചുമതലയേറ്റു. അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ വി പി മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. എയും സിയും ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. എ എന്തായിരുന്നു പ്രസ്താവന? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായ മലയാളിയാണ് ആര്? വി പി മേനോൻ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് വി പി മേനോൻ. ഈ രണ്ട് പ്രസ്താവനകളുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർച്ചുഗലിന്റെ അധീനതയിൽ ആയിരുന്ന പ്രദേശം ഏത്? ഗോവ, പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി. ഏതാണ് ആൻസർ വരിക? ആൻസർ ഓപ്ഷൻ എ ആണ്, ഗോവ. 1961 വരെ പോർച്ചുഗലിന്റെ അധീനതയിലായിരുന്ന പ്രദേശമാണ് ഗോവ. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആരാണ്? ഓപ്ഷൻസ് വായിക്കാം. ഹോമി ജെ ബാബ, ഡോക്ടർ വിക്രം സാരാഭായ്, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജ രാമണ്ണ. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ വിക്രം സാരാഭായ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ആരംഭിച്ചത്? ഓപ്ഷൻസ് ജർമ്മനി, ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ്. ആൻസർ ഏതാ വരിക? റഷ്യ. ഓപ്ഷൻ സി റഷ്യ. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ആരംഭിച്ചത്. ഈ ക്വസ്റ്റ്യനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ PYQ ആയിട്ട് വന്നതാണ്. അപ്പോൾ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിന് സഹായം നൽകിയ രാജ്യം റഷ്യയാണെന്ന് പറഞ്ഞു. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. സ്ഥാപിച്ചത് 1964. അപ്പോൾ നമുക്ക് 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഏത്? മാനവശേഷി വികസനം, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക, മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം, സുസ്ഥിര വികസനം. ആൻസർ ഏതാ വരിക? 22ന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സുസ്ഥിര വികസനം. ഇന്ത്യയിൽ നടപ്പിലാക്കിയ അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 12ാം പഞ്ചവത്സര പദ്ധതി. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ് സുസ്ഥിര വികസനം. ഇനി പഠിക്കാനുള്ളത് 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ കേരള സർക്കാരിൻ്റെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏതെല്ലാമാണ്? ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടയ്ക്കൽ, മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ ഏതാ വരിക? മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. താഴെ പറയുന്നവയിൽ കേരള സർക്കാരിൻ്റെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങളാണ് താഴെ പറയുന്നത്. ഏതൊക്കെയാണ്? ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടയ്ക്കൽ എന്നിവയെല്ലാം സഞ്ജയയിൽ വരുന്നതാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയാണ്. ഓപ്ഷൻസ് വായിക്കാം. ശൈലി ആപ്പ്, സേഫ് കേരള, തുണ, നിർഭയം. ഏതാണ് ആൻസർ വരിക? ആൻസർ ഓപ്ഷൻ ബി ആണ്, സേഫ് കേരള. അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാമാണ്? ഓപ്ഷൻസ് കാവേരി, കൃഷ്ണ, നർമ്മദ, താപ്തി, ഗോദാവരി, മഹാനദി. 4ാമത്തെ ഓപ്ഷൻ മഹാനദി, കൃഷ്ണ. അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ എന്ന് പറഞ്ഞു. താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതെല്ലാം എന്നാണ്. ആൻസർ ഏതാ വരിക? ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം. നർമ്മദി, താപ്തിയാണ് ആൻസർ. 26ാമത്തെ ക്വസ്റ്റ്യൻ. ചന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ഓപ്ഷൻസ് ഡോക്ടർ പി വീരമുത്തുവേൽ, ജി മാധവൻ നായർ, എസ് സ്വാമിനാഥ്,
കെ ശിവൻ. ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടറാണ് ഡോക്ടർ പി വീരമുത്തുവേൽ. ഓപ്ഷൻ എ ആണ്. ഡോക്ടർ പി വീരമുത്തുവേലാണ് ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ. 27ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ ഏലം കൃഷിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകമാണ്. ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് വായിക്കാം. 50 സെൻറ്റിമീറ്ററിൽ താഴെ മഴ, 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട്, നീർവാഴ്ചയുള്ള മണ്ണ്, ഡി ലാറ്ററൈറ്റ് മണ്ണ്. ഏതാണ് ആൻസർ വരിക? ഏലം കൃഷിക്ക് അനുയോജ്യമായത് ഓപ്ഷൻ സി ആണ്, നീർവാർച്ചയുള്ള മണ്ണാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഗോവ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ആൻസർ വരിക ഓപ്ഷൻ ബി, ആന്ധ്രാപ്രദേശ്. അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആന്ധ്രാപ്രദേശാണ് ഉൾപ്പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 8 ഡിഗ്രി 4 വടക്ക്, 37 ഡിഗ്രി 6 വടക്കാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. 30ാമത്തെ ക്വസ്റ്റ്യൻ ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ. അപ്പോൾ ഗംഗാ നദിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗാ നദി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഗംഗാ നദി. 2525 കിലോമീറ്ററാണ് നദിയുടെ നീളം. ഗംഗാനദി പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം ഉത്തരകാശിയിലെ ഗംഗോത്രി ഹിമാനിക്ക് സമീപമുള്ള ഗായ്മുഖ് ഗുഹയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 31ാമത്തെ ക്വസ്റ്റ്യൻ. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡിപ്പറുകളിലൂടെ നൽകുന്ന രീതി. ഓപ്ഷൻസ് ഹൈഡ്രോപോണിക്സ്, ഹരിതഗൃഹ കൃഷി, കൃത്യതാ കൃഷി, ഫെർട്ടിഗേഷൻ. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ആൻസർ ഓപ്ഷൻ ഡി, ഫെർട്ടിഗേഷൻ. 32ാമത്തെ ക്വസ്റ്റ്യൻ. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻസ് വായിക്കാം. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ, തെക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ, വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. അടുത്തത് 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത്? നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴയാണെന്ന് പറഞ്ഞു, അത് തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. അടുത്തത് 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ജീവിതം ഒരു പെൻഡുലം. 35ാമത്തെ ക്വസ്റ്റ്യൻ. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? ആൻസർ ചെറുധാന്യ വർഷം. 2023 ചെറുധാന്യ വർഷമായിട്ടാണ് ആചരിക്കുന്നത്. 36ാമത്തെ ക്വസ്റ്റ്യൻ. പെരിയാറിൻ്റെ പോഷക നദികൾ ഏതെല്ലാം? ഓപ്ഷൻസ് മുതിരമ്പുഴ, പെരിഞ്ചാംകുട്ടിയാർ, തൊടുപുഴയാർ, കട്ടപ്പനയാർ. ഇതിൽ പെരിയാറിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ് വരുന്നത്? ആൻസർ സി ആണ്, 1, 2, 4. അതായത് മുതിരമ്പുഴ, പെരിഞ്ചാംകുട്ടിയാർ, കട്ടപ്പനയാർ എന്നിവയാണ് പെരിയാറിൻ്റെ പോഷക നദികളായിട്ട് വരുന്നത്. അടുത്തത് 37ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വന്യജീവി സങ്കേതങ്ങളും ജില്ലകളും കൊടുത്തിട്ടുണ്ട്. ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കാനാണ് തന്നിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് നെയ്യാർ ജില്ല ഏതാണ്? തിരുവനന്തപുരം. ചെന്തുരുണി കൊല്ലം, കരിമ്പുഴ മലപ്പുറം, കൊട്ടിയൂർ കണ്ണൂർ. ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ്, mRNA വാക്സിൻ വികസിപ്പിച്ചതിനാണ് ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം 2023 ലഭിച്ചത്. അടുത്തത് 39ാമത്തെ ക്വസ്റ്റ്യൻ. ഇരവിക്കുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം 1978 നിലവിൽ വന്നു. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇരവിക്കുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്.
ഓപ്ഷൻ ഡി 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അപ്പം ഇരവിക്കുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവിക്കുളം ദേശീയോദ്യാനം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ്. 1978 നിലവിൽ വന്നു. ഓപ്ഷൻ 1, 2, 3 ശരിയാണ്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത്? ഓപ്ഷൻസ്: പോത്തുകൽ, കോട്ടക്കൽ, കുളത്തൂർ, പള്ളിക്കൽ. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്താണ് പോത്തുകൽ. 41ാമത്തെ ക്വസ്റ്റ്യൻ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏതാണ്? അഷ്ടമുടി കായൽ, വേമ്പനാട് കായൽ, ശാസ്താംകോട്ട കായൽ, വെള്ളായണി കായൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. 62ാമത്തെ ക്വസ്റ്റ്യൻ. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ പറയുന്നവയിൽ നിന്ന് കണ്ടെത്തുക. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത പദ്ധതിയാണ് ചോദിച്ചത്. ആൻസർ ഏതാ? ഓപ്ഷൻസ് വായിക്കാം. പള്ളിവാസൽ ചെങ്കുളം, പെരിങ്ങൽകുത്ത് പന്നിയാർ, ശബരിഗിരി ഷോളയാർ, കല്ലട മണിയാർ. ആൻസർ ഓപ്ഷൻ എ ആണ്, 1 മാത്രം. പള്ളിവാസലും ചെങ്കുളമാണ് മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ്, സഹ്യപർവ്വത നിരയുടെ ഭാഗം, റബ്ബർ ധാരാളമായി കൃഷി ചെയ്യുന്ന സ്ഥലം, സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശം. അപ്പം കേരളത്തിന്റെ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ സി ആണ്, 1 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. കേരളത്തിന്റെ തീരപ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉപ്പ് രസമുള്ള എക്കൽ മണ്ണാണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, തമിഴ്നാട്. 45ാമത്തെ ക്വസ്റ്റ്യൻ. കത്തിയവാർ പീഠഭൂമി, സുന്ദർബൻ ഡെൽറ്റ, ആരവല്ലി ഉപദ്വീപ്, ഹുഗ്ലി പർവ്വതം എന്നിവയിൽ ശരിയായ ജോഡിയാണ് കണ്ടെത്താൻ പറഞ്ഞത്. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ്, സുന്ദർബൻ ഡെൽറ്റയാണ് ശരിയായ ജോഡി. 46ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഡി ആണ്, കാലാവസ്ഥാ വ്യതിയാനം. COP28 ഉച്ചകോടി കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 47ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ ആണ് ആൻസർ, 11 മൗലിക കർത്തവ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 48ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു? കൊല്ലം തിരുവനന്തപുരം, കൊച്ചി കൊല്ലം, ഷൊർണൂർ തിരൂർ, തിരൂർ ബേപ്പൂർ. ആൻസർ വരുന്നത് തിരൂർ ബേപ്പൂർ. ഓപ്ഷൻ ഡി, തിരൂർ ബേപ്പൂർ. കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര തിരൂർ ടു ബേപ്പൂർ വരെയായിരുന്നു. 49ാമത്തെ ക്വസ്റ്റ്യൻ. ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആസിഡ്, ജലം, പാൽ, മർദ്ദം. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി, പാൽ. 50ാമത്തെ ക്വസ്റ്റ്യൻ. UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്ത്? ഈ 3 രാജ്യങ്ങളും എന്താണ്? കോമൺവെൽത്ത് രാജ്യങ്ങളായിരുന്നു. 51ാമത്തെ ക്വസ്റ്റ്യൻ. ഹരിതഗൃഹ വാതകങ്ങളിൽ പെടാത്തത് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, നൈട്രജൻ. ഹരിതഗൃഹ വാതകങ്ങളിൽ പെടാത്തത് നൈട്രജൻ ആണ്. ഓപ്ഷൻ ഡി, നൈട്രജൻ. 52ാമത്തെ ക്വസ്റ്റ്യൻ. INA ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാം? INA ബന്ധപ്പെട്ട നേതാക്കൾ ഓപ്ഷൻ എ ആണ്, സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയും. 53ാമത്തെ ക്വസ്റ്റ്യൻ. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ ഏത്? അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി ആണ്, ജീവകം ഡി, കണ. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ ആണ് ജീവകം ഡി. ജീവകം ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? കണ. അടുത്തത് 54ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻസ്: നെല്ല്, കുരുമുളക്, തെങ്ങ്, വാഴ. ആൻസർ ഏതാ വരിക? നെല്ല്. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 55ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഓപ്ഷൻസ് വായിക്കാം. സൈലൻ വാലി, മതികെട്ടാൻ ചോല, ഇരവിക്കുളം, പറമ്പിക്കുളം. കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഏത്? ഓപ്ഷൻ ഡി, പറമ്പിക്കുളം. അടുത്തത് 56ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന. മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്.
രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. നാലാമത്തെ പ്രസ്താവന, നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കകളും കരളും. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. അപ്പം 56ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരിയാണ്. നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. 57ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏത്? പാലക്കാട്, വയനാട്, കോഴിക്കോട്, കണ്ണൂർ. അപ്പം 2023 നിപ്പ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട്. 58ാമത്തെ ക്വസ്റ്റ്യൻ, പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മിത്രകീടങ്ങൾ, ഉറുമ്പുപൊടി, വേപ്പിൻകുരു സത്ത്, വെളുത്തുള്ളി മിശ്രിതം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഉറുമ്പുപൊടി. 59ാമത്തെ ക്വസ്റ്റ്യൻ, വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷിരീതി ഏതാണ്? ആൻസർ എ ആണ്, എയറോപോണിക്സ്. വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തിയിട്ട് പോഷകലായനികളും ഒക്കെ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷിരീതിയാണ് എയറോപോണിക്സ്. 60ാമത്തെ ക്വസ്റ്റ്യൻ, ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ്. ആൻസർ ഓപ്ഷൻ ബി, പ്രകീർണനം. ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. അടുത്തത് 61ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. അപ്പം അതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ 1, 3 ആണ് ശരിയായിട്ടുള്ളത്. അതായത് ഓപ്ഷൻ ബി, 1, 3 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോൺ ആണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഓപ്ഷൻസ് വായിക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ് കാൽസ്യം കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ് സോഡിയം നൈട്രേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ. ആൻസർ ഏതാ വരിക? ആൻസർ ഓപ്ഷൻ എ ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത്. 63ാമത്തെ ക്വസ്റ്റ്യൻ, ഇരുമ്പിൻ്റെ അയിര് ഏത്? ഇരുമ്പിൻ്റെ അയിരാണ് ഹെമറ്റൈറ്റ്. 64ാമത്തെ ക്വസ്റ്റ്യൻ, പാരപ്പറ്റിൽ വച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ത്? ഓപ്ഷൻസ്, ഗതികോർജവും സ്ഥിതികോർജവും ഒരുപോലെ വർദ്ധിക്കുന്നു, ഗതികോർജവും സ്ഥിതികോർജവും ഒരുപോലെ കുറയുന്നു, ഗതികോർജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജം കുറയുന്നു, ഗതികോർജം കുറയുന്നു, സ്ഥിതികോർജം വർദ്ധിക്കുന്നു. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി ആണ്, ഗതികോർജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജം കുറയുന്നു. പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിൻ്റെ ഗതികോർജം വർദ്ധിക്കുകയും സ്ഥിതികോർജം കുറയുകയും ചെയ്യുന്നു. 65ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, ഒഡീഷ. 66ാമത്തെ ക്വസ്റ്റ്യൻ, 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ ബി, സ്പെയിൻ. 67ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ വിസർജനാവയവം അല്ലാത്തത് ഏത്? വൃക്ക, ഹൃദയം, ത്വക്ക്, ശ്വാസകോശം. ഇതിൽ വിസർജന അവയവം അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് വിസർജന അവയവം അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി, ഹൃദയമാണ്. 68ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ചോദിച്ചത്. എയ്ഡ്സ്, എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയം. വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓപ്ഷൻ എ, എയ്ഡ്സ്. 69ാമത്തെ ക്വസ്റ്റ്യൻ, പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? എംഫിസീമ എന്നാണ് അറിയപ്പെടുന്നത്. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് എംഫിസീമ. 70ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ ബി, എൽസ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് എൽസ. 71ാമത്തെ ക്വസ്റ്റ്യൻ, 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്ന ഏതാണ്? 2023 പരിസ്ഥിതി ദിന സന്ദേശമാണ് പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക.
ഓപ്ഷൻ ഡി ആണ് പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. 72ാമത്തെ ക്വസ്റ്റ്യൻ, ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഘുഘടകം ഏതാണ്? ഓപ്ഷൻസ് ഗ്ലൂക്കോസ്, ഗ്ലിസറോൾ, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്. ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഘുഘടകമാണ് ആൻസർ ഓപ്ഷൻ സി അമിനോ ആസിഡ്. പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഘുഘടകമാണ് ഏത്? അമിനോ ആസിഡ്. 73ാമത്തെ ക്വസ്റ്റ്യൻ, കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാകുന്ന അത്ലറ്റ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, പ്രോട്ടോസോവ. ആൻസർ ഏതാ വരിക? ആൻസർ ഓപ്ഷൻ ബി ഫംഗസ്. അടുത്തത് 74ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നതാണ്? ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, തൈറോക്സിൻ, മെലാറ്റോണിൻ. പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നതുകൊണ്ടാണ്? ഇൻസുലിൻ്റെ ഉൽപാദനം കുറയുന്നതുകൊണ്ടാണ്. 75ാമത്തെ ക്വസ്റ്റ്യൻ, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. ഓപ്ഷൻ സി ആരോഗ്യ കിരണം. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ഏത്? ആരോഗ്യ കിരണം. അടുത്തത് 76ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കക്കോടി, കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായിട്ട് പ്രഖ്യാപിച്ചത് കോഴിക്കോടുള്ള കക്കോടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രമാണ്. 77ാമത്തെ ക്വസ്റ്റ്യൻ, 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ ആര്? ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ MS സ്വാമിനാഥൻ. 2023 സെപ്റ്റംബറിലാണ് MS സ്വാമിനാഥൻ അന്തരിച്ചത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നാണ് MS സ്വാമിനാഥൻ അറിയപ്പെടുന്നത്. 78ാമത്തെ ക്വസ്റ്റ്യൻ, ഹൃദയത്തെ ആവരണം ചെയ്തു കാണപ്പെടുന്ന ഇരട്ട സ്തരം ഏതാണ്? പ്ലൂറ, മെനിഞ്ചസ്, സൈനോവിയൽ സ്തരം, പെരികാർഡിയം. ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരമാണ് ഏത്? പെരികാർഡിയം. ഓപ്ഷൻ ഡി പെരികാർഡിയം. 79ാമത്തെ ക്വസ്റ്റ്യൻ, ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏതാണ്? OPV, പെൻഡാവാലൻ, BCG, MMR. അപ്പം എന്താ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് ഓപ്ഷൻ സി BCG. BCG ആണ് ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ. 80ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം, സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഏതാണ്? തിരുവനന്തപുരം, ഇടുക്കി, കണ്ണൂർ, ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് 2024 നടന്ന LGSൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 057/2024 ആണ്. അപ്പം ഈ ക്വസ്റ്റ്യനും ആൻസറും മാത്രമേ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളൂ. ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും വേണ്ടവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ റിലേറ്റഡ് ഫാക്ട്സ് വെച്ചിട്ട് ചെയ്യാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.